വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 29-30 വാക്യങ്ങൾ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയാനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പാടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ മഹത്വവുമായും നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. Lord, now you are letting me, your servant, depart in peace. നമ്മൾ പുതുതായിട്ട് പണിത ദേവാലയത്തിൽ ആദ്യമായിട്ട് നിർവഹിക്കപ്പെടുന്ന വിശുദ്ധ കുർബാന ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വലിയ പദവിയെ ഓർത്തും അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് ദൈവത്തിന് സ്തോത്രാർപ്പിക്കാം. പല ആളുകളും ആഗ്രഹിച്ചിട്ടും ഇങ്ങനൊരു ദേവാലയം കാണുന്നതിനായിട്ടോ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനായിട്ട് സാധിക്കാതെ പോയ സാഹചര്യത്തിൽ ദൈവം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടിവരുവാൻ തക്കവണ്ണം ദൈവം സംഗതിയാക്കിയിരിക്കുന്നു. പ്രാർത്ഥനയോടും ഒരുക്കത്തോടും വന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സത്യാനന്തര കാലത്തിന് ശേഷം നമ്മളുടെ യുവജനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായുള്ള ആവശ്യമാണ്. തൽഫലമായിട്ട് നമ്മളുടെ ഇടവുകളിലെല്ലാം ഇന്ന് യുവജനങ്ങളുടെ സാന്നിധ്യം കുറവാണ്. കുഞ്ഞുങ്ങളും പ്രായമുള്ള ആളുകളുമാണ് ദേവാലയത്തിൽ ഇന്ന് ഏറെ കാണപ്പെടുവാനായിട്ട് സാധിക്കുന്നത്. പ്രായമുള്ള ആളുകളെ ഞാൻ കാണുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഈ ദേവാലയത്തിൽ ഇന്ന് ആരാധനയ്ക്കായിട്ട് വരുവാൻ തക്കവണ്ണം നാം ഇടയാക്കി തീർത്തുവോ എന്നുള്ള ചോദ്യം നമ്മുടെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്തോത്രകാഴ്ച എടുക്കുന്നതിനായി കുഞ്ഞുങ്ങളെ പ്രത്യേകമായി നിയോഗിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു. കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ള ആളുകൾക്കും ദേവാലയത്തിൽ ഒരു ഇടമുണ്ട് എന്നത് നാം മനസ്സിലാക്കുകയും അത് നൽകുകയും ചെയ്യുന്നതായിട്ടുള്ളൊരവസ്ഥമാണിത്. നാം വായിച്ചതായുള്ള വേദഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തു ഒരു കുഞ്ഞായിരുന്ന അവസരത്തിൽ 8-ാം നാൾ പരിശോധന ചെയ്യുവാൻ തക്കവണ്ണം യേശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും മാതാപിതാക്കൾ അങ്ങനെ ശിശുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നതായിട്ടുള്ള അവസരത്തിൽ ആ ശിശുവിനെ ദേവാലയത്തിൽ നോക്കിക്കൊണ്ടിരുന്നതായിട്ടുള്ള കാത്തുകൊണ്ടിരുന്നതായിട്ടുള്ള ശെമയോനും ഹന്നായും കുഞ്ഞിനെ കണ്ടതിന് ശേഷം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഭാഗമാണ് വായിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അവിടെ ശെമയോൻ ദൈവത്തിന്റെ സന്നിധിയിൽ പറയുകയാണ്, ഞാൻ ഇന്ന് നിന്റെ രക്ഷയെ കണ്ടുവല്ലോ. ഒന്നാമത് നമുക്ക് ചിന്തിക്കുന്നതിനായിട്ടുള്ളത്, വിവിധ കാരണങ്ങളാൽ നമ്മളുടെ ദേവാലയത്തിൽ വന്നു ചേരുവാൻ കഴിയാത്തതായുള്ള പ്രായമുള്ള ആളുകളെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവരുന്നതിനായിട്ടും അവർക്ക് ദേവാലയത്തിൽ ഇടമുണ്ട് എന്നത് നമ്മളുടെ പ്രവർത്തന രംഗങ്ങളിലൂടെ പ്രഖ്യാപിക്കുന്നതിനായിട്ട് നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ട്. വീൽ ചെയറിൽ വന്നിരിക്കുന്നതായുള്ളൊരു അപ്പച്ചനെ ഞാൻ കാണുന്നുണ്ട്. വരാന്തയിലല്ല, ദേവാലയത്തിനുള്ളിൽ സ്ഥാനം നൽകണം. പ്രായമുള്ള ഒരാളെ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ഇരിക്കുന്നതിനായിട്ട് ഇടമില്ലെങ്കിൽ നമ്മളുടെ സീറ്റ് നൽകുന്നതിനായിട്ട് സാധിക്കണം. ഞാൻ ഈയിടെ ഒരു ദൃഷ്ടാന്തം വായിക്കുകയുണ്ടായി. അതെവിടെയാണ് എന്നത് എനിക്കറിയാനായിട്ട് പാടില്ല. എന്നാൽ ഒരു ഓഫീസിന്റെ മുമ്പിൽ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിൽക്കുന്ന അവസരത്തിൽ പ്രായമുള്ള ഒരപ്പച്ചൻ വടി ഊന്നി ആ ക്യൂവിന്റെ പുറകിൽ വന്ന് നിൽക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കാണുകയുണ്ടായി.
തിരിഞ്ഞു നോക്കി ഈ പ്രായമുള്ള ആളിനെ വടിയൂന്നി വന്നതായിട്ടുള്ള മനുഷ്യനെ കണ്ട അവസരത്തിൽ മുമ്പിൽ നിന്നതായിട്ടുള്ള ആളെ പുറകിൽ വന്നതിന് ശേഷം ഈ അപ്പച്ചനെ കൈപിടിച്ച് തന്റെ സ്ഥാനത്തേക്ക് കൊണ്ടു നിർത്തുകയും താൻ അവിടെ നിന്ന് നേരെ പുറകിൽ വന്ന് നിൽക്കുകയും ചെയ്തു. അത് കണ്ട രണ്ടാമത് നിൽക്കുന്നതായിട്ടുള്ള ആള് ഈ മുമ്പിൽ നിന്ന ആളെ പുറകിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ പുറകിൽ വന്നു. മൂന്നാമത്തെ ആളും അങ്ങനെ തന്നെ ചെയ്തു. ഇന്ന് അങ്ങനെ പെരുമാറുന്നതായിട്ടുള്ള ആളുകളെ എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? എവിടെയാണ് കാണേണ്ടത്? നമ്മുടെ ദേവാലയത്തിൽ തള്ളപ്പെടുന്നതായിട്ടുള്ള ആളുകളെയല്ല, തിരസ്കരിക്കപ്പെടുന്നതായിട്ടുള്ള ആളുകളല്ല, ദൂരത്താക്കുന്നതായിട്ടുള്ള ആളുകളെയല്ല, പിന്നെ ദൂരത്തുള്ളവരെ സമീപസ്ഥരാക്കി തീർക്കുന്ന ശുശ്രൂഷയിലാണ് നാം വ്യാപൃതരായിട്ട് തീരേണ്ടത്. ഇന്ന് സീനിയർ സിറ്റിസൺസ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ മുതിർന്നതായിട്ടുള്ള ആളുകൾ തലമുറകൾക്ക് മാതൃകയാണ് എന്നുള്ള കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നതിനായിട്ട് താല്പര്യപ്പെടുന്നത്. യേശു സിനഗോഗിൽ പ്രാർത്ഥിക്കുന്നതിനായിട്ട് പോയ അവസരത്തിൽ അവിടെ ആരാധിക്കാനായിട്ട് വന്ന ആരാധകരുടെ ഇടയിൽ കൂനിയായുള്ള ഒരു സ്ത്രീയെ കണ്ടു. ഒരു റബി, ഞാൻ നിൽക്കുന്നത് പോലെ ജനത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ദൈവവചനം വായിച്ചതിന് ശേഷം അവിടെയുള്ള ഇരിപ്പിടത്തിൽ ഇരിക്കും, അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങളോട് സംസാരിക്കും. അങ്ങനെ ശുശ്രൂഷ അനുഷ്ഠിക്കുന്ന അവസരത്തിലാണ് യേശു കൂനിയായുള്ള സ്ത്രീയെ കണ്ടത്. അന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുമിച്ച് ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്നതിനായിട്ട് അനുവാദമില്ലായിരുന്നു. പുരുഷന്മാരാണ് അകത്തുണ്ടായിരുന്നത്, സ്ത്രീകൾ പുറകിലുള്ളതായിട്ടുള്ള സ്ഥലത്താണ്. അതുകൊണ്ട് യേശു ഇവിടെ നിന്നുകൊണ്ട് അവളെ പുറകിലുള്ളതായിട്ടുള്ള സ്ഥലത്തെ, പുറത്തുള്ളതായിട്ടുള്ള സ്ഥലത്തെ കണ്ട അവസരത്തിൽ അവളെ തന്റെ അടുക്കൽ വിളിച്ചു, അവളുടെ ശരീരത്തിൽ തൊട്ട് അവളെ നീരുമാറാക്കി, സൗഖ്യമാക്കി. യേശു കൂനിയായുള്ള ഒരു സ്ത്രീയെ സൗഖ്യമാക്കി എന്നത് മാത്രമല്ല, യേശു വിളംബരം ചെയ്യുന്നത് അങ്ങ് മാറിയിരിക്കുന്നതായിട്ടുള്ള സ്ത്രീക്ക് ഇവിടെ ദേവാലയത്തിൽ ഇടമുണ്ട് എന്നുള്ളതായിട്ടുള്ള കാര്യം കൂടിയാണ്. പിന്നെ പ്രായമുള്ള ആളുകൾക്ക് ആരാധനയിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇടം നൽകുന്ന, സമയമൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ദർശിക്കുന്നതിനായിട്ട് സാധിക്കുമോ? ഭവനങ്ങളിലോ മറ്റിടങ്ങളിലോ അവഗണിക്കപ്പെടുന്നതായുള്ള വയോജനങ്ങളെ ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്കിടയായിട്ട് തീരണം. നമ്മളുടെ ഇടവയിൽ വന്ന് സംബന്ധിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള ആളുകൾക്ക് അവരെ ഇവിടെ കൊണ്ടുവരുന്ന അവസരത്തിൽ വീൽ ചെയറിലാണെങ്കിലും കൊണ്ടുവരുവാൻ തക്കോണം നമുക്ക് വീൽ ചെയർ ഉണ്ടാവണം. പുറത്തുള്ള ഇടവുകളിൽ ഇതുപോലെ മനോഹരമായ ദേവാലയമൊക്കെ പണിയുന്ന അവസരത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന മാതാക്കൾക്ക് ആ കുഞ്ഞുങ്ങൾ കരയുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കേണ്ടി വരുന്ന അവസരത്തിലും ഇരുന്ന് ഗ്ലാസ്സിൽ കൂടെ കാണുവാൻ തക്കവണ്ണം ഒരു പ്രത്യേക സ്ഥലം വേർതിരിക്കാറുണ്ട്. അതിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾക്കും ഈ ദേവാലയത്തിൽ ഇടമുണ്ട് എന്നുള്ളതാണ്. മാതാക്കൾ കുഞ്ഞുങ്ങളെ മുലയേറ്റേണ്ടി വരുന്നതായിട്ടുള്ള അവസരത്തിലും they have a place in the worship എന്നതാണ്. പ്രായമുള്ളവർക്ക് ദേവാലയത്തിൽ വരാൻ സാധിക്കാതെ പോകുമ്പോഴും അവിടെ പോയി ഇടവകയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ആരാധനയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം ഇട നൽകുന്നത്, അതിന് അവസരം ഒരുക്കുന്നത് ഒരു ശുശ്രൂഷയാണ്. അവർക്ക് ഏറെ നേരം നിൽക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ഒട്ടും എഴുന്നേൽക്കാൻ പാടില്ലാത്ത ആളുകൾക്ക് ഇരിക്കുന്നതിനായിട്ടുള്ള അവസരമുണ്ട്. എന്നാൽ നിൽക്കുന്നതായുള്ള ആളുകൾക്ക് ഏറെ നേരം നിൽക്കാൻ കഴിയാതെ വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് ലിറ്റർജി ഉപയോഗിക്കുന്നതിനായിട്ട് സാധിക്കണം. അവരെ കൊണ്ട് ഉൾക്കൊള്ളുവാൻ തക്കമാണ്. അത് ഞായറാഴ്ച വെക്കുന്നില്ലെങ്കിൽ ശനിയാഴ്ച അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണം ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇടയായിട്ട് തീരണം.
നമ്മളുടെ പ്രായമുള്ള ആളുകൾ ദേവാലയത്തിൽ വരുന്ന അവസരത്തിൽ അവർക്ക് ഇടയ്ക്ക് ടോയ്ലറ്റിൽ പോകേണ്ടതായുള്ള ആവശ്യകതയുണ്ടാകും. അവർക്കായിട്ട് ടോയ്ലറ്റ് ദേവാലയ പരിസരത്തിൽ അവർക്ക് ആക്സസ് ഉള്ളതായ രീതിയിൽ ഒത്തിരി ദൂരം പോകാനായിട്ടല്ല, എന്നാൽ അവർക്ക് ആവശ്യത്തിന് പോയി തിരിച്ചു വരുവാനൊക്കെയുള്ള ക്രമീകരണം ചെയ്യുന്നതിനായിട്ട് ഇടവകയിൽ സാധിക്കുന്നു. ചില ആളുകൾ ഇടവകയിൽ വരുന്ന അവസരത്തിൽ അവർക്ക് ക്ഷീണം കൂടുതലായിരിക്കും. അവരുടെ BP നോക്കുന്നതിനായിട്ടോ അവർക്കൊന്ന് കിടക്കുന്നതിനായിട്ടോ അവർക്കൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തുന്നതിനായിട്ടോ ഒക്കെയുള്ള അവസരം ഇടവകയിൽ ഒരുക്കി കൊടുക്കുക എന്നത് ഇടവക ജീവിതത്തിന്റെയും ആരാധനാ സമൂഹത്തിന്റെയും ഉത്തരവാദിത്വമാണ് എന്ന് പറയുന്നതിനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. വളരെയധികം പണം ചെലവിട്ടാണ് ഈ ദേവാലയം പൂർത്തീകരിപ്പാൻ്റെ കൊണ്ടിടയായത്. ഞാൻ അച്ഛനോട് ചോദിച്ചില്ല, ട്രസ്റ്റിമാരോട് ചോദിച്ചില്ല. ഒരുപക്ഷെ കടം കാണും പൂർത്തീകരിക്കുന്നതിനായിട്ട്, കടം വീട്ടുന്നതിനായിട്ട് കാണും. എന്നാൽ മനോഹരമായിട്ടൊരു ദേവാലയം നമുക്കുണ്ടായി എന്നത് നാം വിചാരിക്കുന്ന അവസരത്തിൽ തന്നെ നിർലോഭമായിട്ട് കൊടുക്കുന്നതിനായിട്ടും ആവശ്യത്തിന് ചെലവാക്കി നമ്മുടെ അംഗങ്ങളെ എല്ലാം ദേവാലയത്തിൽ കൊണ്ടുവരുന്നതിനായിട്ടുമുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്റെ ജീവിതത്തോടെ യാത്ര പറയുവാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നത്? അല്പം കഠിനമായിട്ടുള്ള ചോദ്യമാണ്. എന്നാൽ സിമെയോൻ ഇവിടെ പറയുന്നുണ്ട്, നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ. അതുകൊണ്ട് പറയുന്നത്, ഇപ്പോൾ നാഥ എന്നെ സമാധാനത്തോടു കൂടി പോകുവാൻ അനുവദിക്കണം. എന്റെ രക്ഷയെ നിന്റെ കണ്ണ് കണ്ടുവല്ലോ. സ്വർഗസ്ഥനായ പിതാവ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷയുടെ അനുഭവം ജീവിതത്തിൽ അനുഭവിപ്പാനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സാഫല്യം ഉണ്ടായി സായുജ്യം അടയുന്നതിനായിട്ട് ഇടയായി തീരുന്നു എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, പ്രായാധിക്യത്തിലും ക്ഷീണത്തിലുമുള്ള ആളുകളെ ദൈവമേ നീ അനുഗ്രഹിക്കണമേ, നിന്റെ സാന്നിധ്യം അവർക്ക് നൽകി കൊടുക്കണമേ. നിന്റെ സന്നിധിയിൽ ജീവിതത്തിന്റെ സാഫല്യം മനസ്സിലാക്കി സന്തോഷത്തോടെ സംതൃപ്തിയോടെ ജീവിപ്പാനിടയാകണം. സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ടിടയാവണം. പിറുപിറുപ്പിൻ്റെതായൊരു ആത്മാവല്ല, പരാതിയുടേതായിട്ടൊരു ജീവിതമല്ല. പിന്നെയോ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് ജീവിപ്പാൻ ഇടയായി തീർന്നു എന്നുള്ള സന്തോഷം ഉൾക്കൊണ്ട് സംതൃപ്തിയോടുകൂടി ആയുസ്സിന് ദിനങ്ങളെ കടിപ്പാൻ ഇടയായിട്ട് തീരണം. ഇവിടെ സിമെയോൻ പറയുന്നു, നിന്റെ രക്ഷയെ എന്റെ കണ്ണെ കണ്ടുവല്ലോ, അപ്പോൾ എന്നെ സമാധാനത്തോടു കൂടി അയക്കണമേ എന്നത്. ക്യൂവിലെ ക്രമത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് പഠിക്കുന്നതിനായിട്ടുണ്ട്. ഒന്നാമത് നിൽക്കുന്നതിനായിട്ട് കഴിയാതെ പോകുന്നതായുള്ള ഒരു വ്യക്തി അവസാനം നിൽക്കുന്നതായുള്ള അവസരത്തിൽ അവസാനമല്ല നിൽക്കേണ്ടത്, മുമ്പിലാണ് നിൽക്കേണ്ടത് എന്ന് മനസ്സിലാക്കി മുമ്പിലേക്ക് കൊണ്ടുവരുന്നതായിട്ടുള്ള ശുശ്രൂഷ നമുക്ക് ചെയ്യുന്നതിനായിട്ട് ഇടയാവണം. എന്റെ ആവശ്യത്തെക്കാൾ നിന്റെ ആവശ്യമാണ് വലുത് എന്ന് മനസ്സിലാക്കുന്ന പ്രവർത്തനമാണ് രണ്ടാമത്തെ ആ ഭാഗത്ത് നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ ആളെ പുറകിൽ വന്നു, നമ്മൾ രണ്ടാമത്തെ ആളെ ഒന്നാമത്തെ ആളുടെ പുറകിൽ വന്നു. അതിന്റെ അർത്ഥം ഒന്നാമത്തെ ആളെ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവരെല്ലാം സമ്മതമുള്ളവരായിട്ട് തീരുന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ശ്രേഷ്ഠമെന്ന് എണ്ണുവാനായിട്ട് ഇടയായിട്ട് തീരണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത്. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണവും കൂടി നോക്കണം. ക്രിസ്തു യേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നതായുള്ള ഭാഗം. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, സിമെയോൻ ദേവാലയത്തിലായിരുന്നു എന്ന് മാത്രമല്ല, ദേവാലയത്തിൽ താനായിരിക്കുമ്പോൾ തൻ്റെ ജനത്തിന്റെ രക്ഷയെ കാണുവാൻ്റെ കോണം നോക്കി പാർത്തിരുന്നതായുള്ളൊരു മനുഷ്യനാണ്.
ഒരു സമൂഹത്തിന്റെ രക്ഷയുടെ അനുഭവത്തെ നോക്കി പാർക്കുന്നതായിട്ടുള്ള ജീവിത അനുഭവം. എന്താണ് ജീവിതത്തിൽ ആർജിച്ചെടുക്കുവാൻ കൊണ്ട് നമുക്ക് ഇടയാവേണ്ടത്? 4 ends of man എന്ന് ആർഷഭാരതത്തിൽ പറയുന്നതായിട്ടുള്ള കാര്യങ്ങളിൽ അർത്ഥ, ധർമ്മ, കാമ, മോക്ഷ 4 കാര്യങ്ങൾ. ഇതെല്ലാം ജീവിതത്തിന്റെ ഓരോരോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തെ അടക്കി ഭരിക്കേണ്ടതായുള്ള കാര്യങ്ങളല്ല. നമുക്ക് അധ്വാനിക്കുന്നതിനായിട്ട് ആവശ്യമുള്ളപ്പോൾ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കണം. എന്നാൽ ലഭിക്കുന്നതായുള്ള സമ്പത്ത് എനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിനും കൂടി ഉള്ളതാകുന്നു എന്ന് മനസ്സിലാക്കുന്നിടത്താണ് ധാർമ്മികത അറിയുവാനായിട്ടിടയാകുന്നത്. ധാർമ്മികത, അർത്ഥ, ധർമ്മ, മറ്റുള്ളവരെ സ്നേഹിപ്പാൻ കൊണ്ടിടയാവണം. സ്നേഹത്തിൻ്റെതായ ഇടമാണ് ഗൃഹസ്ഥാശ്രമത്തിലൂടെ ലഭിക്കുന്നത്. ദൈവം ഒരുക്കിയിരിക്കുന്നതല്ല രക്ഷയുടെ സന്തോഷത്തിലേക്കുള്ള ജീവിതയാത്രയാണ് എൻ്റെ ജീവിതയാത്ര എന്നത് മനസ്സിലാക്കാൻ ഇടയാവുന്ന ആളിനാണ് മോക്ഷ ആനന്ദം അനുഭവിപ്പാൻ കൊണ്ടിടയാവുന്നത്. അർത്ഥ, ധർമ്മ, കാമ, മോക്ഷം 4 ആവശ്യമുണ്ട്. എന്നാൽ ആത്യന്തികമായിട്ട് ജീവിതത്തിൽ ഉളവാകേണ്ടത് ഈ സ്റ്റേജസിൽ കൂടിയൊക്കെ കടന്നു പോകുന്നതായുള്ള വ്യക്തിക്ക് മോക്ഷ ആനന്ദം അനുഭവിപ്പാൻ കൊണ്ട് ഇടയായിട്ട് തീരണം. ഒരു വിറക് വെട്ടുകാരൻ കാട്ടിൽ വിറക് വെട്ടുന്നതിനായിട്ട് പോകുന്ന അവസരത്തിൽ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നതായുള്ള സന്യാസിയെ കാണാറുണ്ടായിരുന്നു. പല പ്രാവശ്യം ഇങ്ങനെ അവർ കണ്ടു, അവർ തമ്മിൽ പരിചയമായി. ഒരു ദിവസം സന്യാസി ആ വിറക് വെട്ടുകാരനോട് പറഞ്ഞു, ഇന്നയടത്ത് എന്ന് പോയാൽ അവിടെ വെള്ളി ധാരാളമുണ്ട്, അത് നിനക്ക് സ്വന്തമാക്കാം. അയാളതനുസരിച്ച് അവിടെ പോയി അതിൽ നിന്നുള്ളതായുള്ള വെള്ളികളൊക്കെ ശേഖരിച്ച് തനിക്കൊരു ധനവാനായിട്ട് തീരുന്നതിനിടയായി. പിന്നീട് ഈ വിറക് വെട്ടുകാരൻ അവിടെ വന്ന അവസരത്തിൽ സന്യാസി പറഞ്ഞു, നീ അവിടെ നിന്ന് ഇന്ന സ്ഥലത്തേക്ക് പോയാൽ അവിടെ നിനക്ക് സ്വർണം ലഭ്യമായിട്ട് തീരും. അവിടെ പോയി അദ്ദേഹം അതും തൻ്റെ ജീവിതത്തിൽ സമ്പാദിച്ചു, കൂടുതൽ സമ്പാദിക്കുന്നതിനിടയായിട്ട് തോന്നി. എന്നാൽ ഒരു കാര്യം, ഈ സമ്പത്തെല്ലാം ജീവിതത്തിലുണ്ടായ അവസരത്തിൽ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതിനായിട്ട് സാധിക്കുന്നില്ല. അത് തന്നെ ആകുലച്ചിത്തനാക്കുകയാണ്. ഇതെല്ലാം കൂടെ എങ്ങനെയാ കാത്തു സൂക്ഷിക്കുന്നത്? ഇതെല്ലാം കൂടെ വെച്ച് എങ്ങനെയാ കിടന്നുറങ്ങുവാനിടയാവുന്നത്? ചിലർക്ക് ലോട്ടറി അടിക്കുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്നതായുള്ള ആധി. അപ്പോൾ തിരിച്ച് ഈ സന്യാസിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, എനിക്കിതൊന്നും ആവശ്യമില്ല. അങ്ങേ പോലെ സന്തോഷവാനായി ദൈവസന്നിധിയിൽ ഇരുന്ന് തപസ് ചെയ്യുന്നതിനായിട്ടുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ സന്യാസി ചോദിച്ചു, അതെന്താ? ഇന്നടുത്ത വെള്ളി കിട്ടുമെന്നും ഇന്നടുത്ത സ്വർണം കിട്ടുമെന്നും അറിയാമായിരുന്നിട്ട് കൂടി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് സന്യസിക്കുവാൻ കോണം ജീവിതത്തിന് ഒരു സംതൃപ്തി കണ്ടെത്തിയതല്ല അങ്ങയുടെ ജീവിത ശൈലിയാണ് എനിക്ക് ആവശ്യം. 2 ചെറിയ വാക്കുകളുണ്ട്, മതി എന്ന് പറയുന്നതിനായിട്ടും 2 വേണ്ട എന്ന് പറയുന്നതിനായിട്ടും. ചെറിയ 2 വാക്കുകളാണ്. ഈ 2 വാക്കുകൾ ഈ ഗുളിയൊക്കെ കഴിക്കുന്ന പോലെ ദിവസവും ഈ 2 വാക്കുകൾ ഒന്ന് ഭക്ഷിപ്പാനായിട്ടിടയായിട്ട് തീരുമെങ്കിൽ, ആഗ്രഹിക്കുന്നതിനായിട്ടിടയായി തീരുമെങ്കിൽ, സാംശീകരിക്കുന്നതിനായിട്ടിടയായിട്ട് തീരുമെങ്കിൽ ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുന്നതിനായിട്ട് സാധിക്കും. ഓണത്തിന്റെ കാലഘട്ടമാണ്, നല്ല പായസമൊക്കെ കിട്ടും. എപ്പോഴാ വേണ്ട എന്ന് പറയുന്നത്? ചിലർ ഈ പായസമൊക്കെ കുടിക്കുന്ന അവസരത്തിൽ നാരങ്ങ കൂടെ കൊടുക്കും. എന്തിന്? ഇച്ചിരി കൂടെ കുടിക്കാനായിട്ട്. എത്ര കുടിച്ചാലും മതിയാകത്തില്ല, പിന്നെയും കുടിക്കണം. എന്നാൽ എനിക്കിത് മതി എന്ന് പറയുന്നതല്ല അനുഭവം ഉണ്ടാവണ്ടേ. അമേരിക്കയിൽ മെക്സിക്കോ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് പോയ സമയത്ത് ബോർഡറിലുള്ള ബ്രൗൺസ്വിൽ എന്ന് പറയുന്നതായുള്ള സ്ഥലത്ത് താമസിക്കുന്നതായുള്ള ഒരു മനുഷ്യൻ ഈ മെക്സിക്കോയിൽ ആളുകളുടെ ഇടയിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചു. അദ്ദേഹത്തോട് തന്നെ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു,
ഞാൻ ഇവിടെ നിന്ന് കിട്ടുന്നതായുള്ള മത്സ്യത്തെയൊക്കെ പിടിച്ച് ഒരു വ്യാപാരം ചെയ്ത് വളരെയധികം പണം ഉണ്ടാക്കിയതായുള്ള ആളാണ്. ഇനി എനിക്ക് ഈ ജനത്തിനു വേണ്ടി, ഈ ദേശത്തിന് വേണ്ടി വല്ലതും ചെയ്യുന്നതിനായിട്ട് സാധിക്കണം. ഐ വാണ്ട് ടു റിട്ടേൺ തിങ്സ് ഫോർ ദ പീപ്പിൾ. വേണ്ട എന്ന് പറയുന്നതിനായിട്ട് സാധിക്കും. എനിക്ക് ഈ ഉള്ളതൊക്കെ മതി, ഇനി വേണ്ട എന്ന് പറയുന്നതിനായിട്ട് സാധിക്കണം. റിട്ടയർ ചെയ്താലും ആരോഗ്യമുണ്ടെങ്കിൽ രണ്ടാമതൊരു ജോലിയും കൂടെ ചെയ്യുവാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകളെയാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ആർക്കു വേണ്ടിയാ ചോദിച്ചാൽ എന്നോട് പറയും, ഇതെല്ലാം മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾ നമ്മളോട് പറയുന്നതായുള്ള സമയം ദൂരത്തല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഇപ്പോൾ വിദേശത്തൊക്കെ അവർ പോയി വളരെയധികം പ്രയാസപ്പെട്ടൊക്കെ പഠിച്ചും ഓരോ ജോലിയിലൊക്കെ കയറിയും അവിടെ താമസിക്കുന്നതിനായിട്ട് ഇടയായിട്ട് തീരുമ്പോൾ അവർ ഒരു കാലത്ത് നമ്മളോട് പറയും, അപ്പ അമ്മ എല്ലാം നിങ്ങൾക്കിരിക്കട്ടെ, ഞങ്ങൾക്കൊന്നും വേണ്ട. പിന്നെ ആർക്കാ ഇതെല്ലാം ആർജിച്ചെടുക്കുന്നു? എന്തായാലും ഈ ലോകത്ത് തന്നെ പോകുമ്പോൾ നമുക്ക് നൽകുവാനായിട്ട് പോകുന്നത് 6 അടി മണ്ണാണ്. അതേ ഉള്ളൂ. എന്ത് കൊണ്ടുപോകാനൊക്കെ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ മതി, വേണ്ട എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ സമയവും നമ്മുടെ കഴിവും നമ്മുടെ പണവും ഒക്കെ ചെലവിടുവാനായിട്ട് ഇടയായി തീരുന്ന അവസരങ്ങളുണ്ട്. നമ്മുടെ സഭയിലെ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി എല്ലാവരോടും പറയുന്നതായിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ദശാംശം കൊടുക്കുക എന്ന് പറയുന്ന അവസരത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ദശാംശം കൂടെ കൊടുക്കാനായിട്ട് പഠിക്കണം. തിരുമേനി പറയുക മാത്രമല്ല, തിരുമേനിയുടെ ഭദ്രാസനത്തിൽ പല ആളുകളെയും, ഇപ്പൊ ഉദാഹരണത്തിന് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതായിട്ടുള്ള ടീച്ചേഴ്സിനെ തിരുമേനിയുടെ മിഷണറി സ്ഥലത്ത് മിഷൻ ഫീൽഡിലേക്കൊക്കെ അയച്ച് അവിടെയുള്ള സ്കൂളിൽ പഠിപ്പിക്കുന്നതിനായിട്ട് അയക്കും. നോട്ട് ഫോർ സാലറി, അവർക്ക് വേണ്ടി ജീവിക്കുന്നതിനായിട്ടുള്ളതെല്ലാം അവിടെ കൊടുക്കും. എന്നാൽ തങ്ങൾക്ക് പഠിപ്പിക്കുന്നതിനായിട്ടുള്ളൊരു സാമർഥ്യം ദൈവം നൽകിയിരിക്കുമ്പോൾ അത് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നതിനായിട്ട് പോവുകയാണ്. അവിടെ പോയി താമസിച്ച കുറച്ച് നാളെ പ്രവർത്തിക്കും. എല്ലാ തുറയിലുമുള്ള ആളുകൾക്ക് അങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുമ്പോൾ ഈ ദേശം എന്തുമാത്രം അനുഗ്രഹിക്കപ്പെടും, സമൂഹം അനുഗ്രഹിക്കപ്പെടും എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. മറ്റുള്ളവരുടെ നന്മയെ പ്രതീക്ഷിക്കുന്നതായിട്ടുള്ളൊരു സാഹചര്യം നമ്മളുടെ ഈ പ്രദേശത്തൊക്കെ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു ചെടിയാണ് ബൊഗെയിൻവില്ല എന്ന് പറയുന്നത്. അതിന്റെ വിവിധ നിറത്തിലുള്ള പൂക്കളൊക്കെ കാണാനായിട്ട് നമുക്ക് താല്പര്യമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബൊഗെയിൻവില്ല പൂവിടുന്നത് നല്ല വേനൽക്കാലത്താണ്. അതിന് ചൂട് ഇഷ്ടമാണ്. നമ്മളെ കൂടി തളർത്തി കളയുന്നതായിട്ടുള്ള അവസരത്തിൽ നന്നായിട്ട് നിൽക്കുവാണ്ടൊക്കെ ഇടയായിട്ട് തീരുന്നതായിട്ടുള്ള ബൊഗെയിൻവില്ല ഇതാദ്യമായിട്ട് കണ്ടുപിടിച്ച ഒരു ബൊട്ടാനിസ്റ്റാണ്. ഫ്രാൻസിലുള്ളതായിട്ടുള്ള ഒരു ബൊട്ടാനിസ്റ്റ്. എന്നാൽ അത് കണ്ടുപിടിച്ച അവസരത്തിൽ തന്റെ പേര് നൽകുന്നതിനായിട്ടല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. പിന്നെയോ തന്റെ സ്നേഹിതനായിട്ടുള്ള ലൂയി ഡി ബൊഗെയിൻവില്ല എന്ന് പറയുന്നതായിട്ടുള്ള ആളുടെ പേരാണ് കൊടുക്കുന്നത്. തന്റെ പേരല്ല, സ്നേഹിതന്റെ പേരാണ് കൊടുക്കുന്നത്. താനാണ് കണ്ടുപിടിച്ചത്. തന്റെ പേരെ കൊടുത്തിരുന്നുവെങ്കിൽ ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതിനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ എന്റെ പേരല്ല അറിയേണ്ടത്, മറ്റുള്ളവരുടെ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞ് തന്റെ സ്നേഹിതന്റെ പേര് നൽകുന്നതായിട്ടുള്ള സാഹചര്യം ആകട്ടെ ഈ ബൊഗെയിൻവില്ലയെ നിങ്ങൾ വീക്ഷിച്ചിട്ടുണ്ട്. നല്ല വേനൽക്കാലത്ത് പൂക്കുന്നതായുള്ള ബൊഗെയിൻവില്ല കുറേയേറെ നാൾ നിൽക്കും. അങ്ങനെ തന്നെ പറയുന്നത് വെയിലത്തെ വാടിപ്പോകരുത് എന്നാണ്. അടുത്ത പ്രാവശ്യം ബൊഗെയിൻവില്ല കാണുമ്പോൾ ഇത് നമ്മോട് പറയുന്നതിനായിട്ട് സാധിക്കും. ഈ ബൊഗെയിൻവില്ല എന്നോട് പറയുന്നു, വെയിലത്തെ വാടിപ്പോകരുത്. ജീവിതത്തിന്റെ പ്രയാസമേറിയ സാഹചര്യങ്ങൾ, പ്രശ്നമേറിയതായുള്ള സാഹചര്യങ്ങൾ, പ്രതിസന്ധിയുള്ളതായുള്ള സാഹചര്യങ്ങൾ, നമ്മെ തളർത്തി കളയാം എന്ന് ചിന്തിക്കുന്നതായുള്ള സാഹചര്യത്തിൽ ഡോണ്ട് ഗിവ് അപ്പ്.
ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടുള്ള കഴിവ് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് കടുത്ത നോവിന്റെ സാഹചര്യത്തിലും നിമിർന്നു നിൽക്കുന്നതിനായിട്ട് സാധിക്കണം. പരാജയം നൽകുന്നതായുള്ള സാഹചര്യത്തിൽ പുഞ്ചിരിയോടുകൂടി അതിനെ വീക്ഷിക്കുന്നതിനായിട്ട് സാധിക്കണം. സങ്കടകാലത്തെ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ടുള്ള താല്പര്യം ജീവിതത്തിൽ ഉണ്ടാകണം. ബൊഗൈൻവില്ല നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഡോണ്ട് ഗിവ് അപ്പ്, വാടിപ്പോകരുത്, നിവർന്നു നിൽക്കുക, സന്തോഷത്തോടെ നിൽക്കുക, പുഞ്ചിരിയോടുകൂടി നിൽക്കുക. നിന്റെ ജീവിതം ഈ ബൊഗൈൻവില്ല പോലെ മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒന്നായിട്ട് തീരണം എന്നത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഈ ശിമയോനും ഹന്നായും രണ്ട് ആളുകളെ കുറിച്ച് ഈ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. അവര് ഈ ദേവാലയത്തിൽ സമയം ചെലവിട്ടത്, ആയുസിന്റെ അവസാന ഭാഗങ്ങളൊക്കെ ചെലവിട്ടത് ഒരു ഗ്രേസ്ഫുൾ എൻഡിന് വേണ്ടിയിട്ടാണ്, കൃപയോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതെപ്പോഴാണ് നമുക്ക് സാധിക്കുന്നത്? ഒന്ന്, ജനിക്കുന്നതായുള്ള നാൾ മുതൽ മരിക്കുന്നതായുള്ള നാൾ വരെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയതായുള്ള ലേഖനത്തിലുള്ള ഭാഗമാണ് ഇന്ന് വായിച്ചു കേൾക്കുന്നതിനിടയായിട്ട് തീർന്നത്. അവിടെ അപ്പോസ്തലൻ തിമോത്തിയോസിന് പറയാണ്, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു, എന്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. പിന്നീടാണ് പറയുന്നത്, നല്ല പോർ പൊരുതു, വിശ്വാസം കാത്തു, ഓട്ടം തികച്ചു, എനിക്കായി ഒരുക്കിയിരിക്കുന്ന ജീവന്റെ കിരീടം പ്രാപിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നു. ഗ്രേസ്ഫുൾ എന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് പെട്ടെന്നുള്ളതായിട്ടുള്ള ജീവിതത്തിന്റെ ഒരു പ്രതിഭാസത്തിലൂടെയല്ല, പിന്നെയോ ജീവിതം തന്നെ അതിനുവേണ്ടി ഒരുക്കുന്നതായിട്ടുള്ള സാഹചര്യത്തിലാണ്. ദൈവസന്നിധിയിൽ ജീവിതത്തെ കണ്ടെത്തുന്നതായുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ ലോകത്തിൽ പിറന്നു വീഴുന്നതായുള്ള ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തുന്നതിനായിട്ട് സാധിക്കുമോ? ഞാൻ പറയട്ടെ, ഓരോ ഭവനത്തിലും കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ശിക്ഷണത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ ഇടയാവുന്ന പ്രായമുള്ളതായിട്ടുള്ള ആളുകൾക്ക് മാതാപിതാക്കളെക്കാൾ ഗ്രാൻഡ് പേരൻസിനാണ്. അവരോട് കഥകൾ പറഞ്ഞു കൊടുക്കുന്നത്, വേദവാക്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്, പാട്ടുകൾ പഠിപ്പിക്കുന്നത്, അവരെ ലാളിപ്പിക്കുന്നത്, അവരെ ഉറങ്ങാനായിട്ട് ഇടയാക്കുന്നത്, ഇതെല്ലാം ചെയ്യുന്നതായ ഒരു ശുശ്രൂഷയിലാണ് പ്രായമുള്ള ആളുകളും ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തുന്നത്. എന്നാൽ അതിലൂടെ ഒരു പൈതലിനെ വളർത്തിക്കൊണ്ടുവരികയാണ്, ചില മൂല്യങ്ങളൊക്കെ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുമോ? നെൽസൺ മണ്ടേലയെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന അവസരത്തിൽ തന്നോട് കൂടി ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരോട് ചേർന്ന് ഒരു റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് പോയി. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത അവസരത്തിൽ അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ആ റെസ്റ്റോറന്റ് തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ ഇരിക്കുന്ന കണ്ടു. നെൽസൺ മണ്ടേല തന്നോട് കൂടി ആളുകളോട് പറഞ്ഞു, ആ മനുഷ്യനെ വിളിച്ചോ, നമ്മളോട് കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ആ വിളി കേട്ട് അദ്ദേഹം വന്നു. പക്ഷെ ഇവിടെ ഇരുന്ന സമയത്തെല്ലാം പരുങ്ങുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ഒരു വേറെ വരുത്തിയതിനു ശേഷം അദ്ദേഹം പെട്ടെന്ന് എഴുന്നേറ്റ് പോയി. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു, അദ്ദേഹത്തിന് എന്തോ ഒരു പ്രയാസമുണ്ടല്ലോ, ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് സന്തോഷവും സമാധാനവും ഒന്നും കണ്ടില്ലല്ലോ. അപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞു, ഞാൻ ജയിലിലായിരുന്ന അവസരത്തിൽ അദ്ദേഹം ജയിലറായിരുന്നു, അദ്ദേഹമാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്, വളരെ ക്രൂവലായിട്ട് എന്നോട് പെരുമാറിയതായിട്ടുള്ള മനുഷ്യൻ. അതുകൊണ്ട് ഞാനിപ്പോൾ പ്രസിഡന്റ് ആയിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തോടെ പക വീട്ടും എന്നതാണ്. അവസരം ലഭിച്ചപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞു, നോ വേ, ഞാനത് ചെയ്യുകയില്ല. എന്റെ ജീവിതത്തെ പരിവപ്പെടുത്തി ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം അദ്ദേഹം കൂടെ ദൈവത്തിന്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തതായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ക്ഷമിക്കും, അദ്ദേഹത്തെ സ്നേഹിക്കും, അദ്ദേഹത്തെ ഇതുപോലെ കൂട്ടിനിരുത്തുന്നതിനായിട്ട് ആഗ്രഹിക്കും. മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതിനായിട്ടും മറ്റുള്ളവരോട് ജീവിതത്തിൽ അടുപ്പിച്ച് നിർത്തി സ്നേഹത്തോടെ പെരുമാറുന്നതിനായിട്ടും ഇടയായി തീരേണ്ട ഒരു പ്രായമാണ് പ്രായാധിക്യം എന്ന് പറയുന്നതായിട്ടുള്ള അവസ്ഥ.
അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ നമുക്കായി തീരുവാനായിട്ട് കഴിയുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരും എന്നത് ഓർക്കേണ്ടതാണ്. രണ്ട്, ജീവിതത്തിൽ നല്ല മൂല്യങ്ങളോടുകൂടി, വാല്യൂസിനോടുകൂടി ജീവിക്കുന്നതല്ല ജീവിതമാണ് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് തീരുന്നത്. ഒരു സ്കൂളിൽ പഠിക്കുന്നതായുള്ള കുട്ടി, ഇവിടെ ഫസ്റ്റ് കമ്മ്യൂണിക്കൻസും മറ്റുമുണ്ട്, സ്കൂളിൽ പഠിക്കുന്നതായുള്ള കുട്ടി വീട്ടിൽ മടങ്ങി വന്ന അവസരത്തിൽ വളരെ വിഷണ്ണനായിട്ട് കാണപ്പെട്ടു. അപ്പോൾ അമ്മ അടുത്ത് എന്ന് ചോദിച്ചു, എന്നാ മകനെ, എന്ത് പറ്റി നിനക്ക്? അപ്പോൾ തൻ്റെ പരീക്ഷയുടെ പേപ്പർ എടുത്ത് അമ്മയെ കാണിച്ചതിന് ശേഷം പറഞ്ഞു, അമ്മ ഇതെടുത്ത് നോക്കിക്കേ, എനിക്ക് ഈ പേപ്പറിന് 48 മാർക്ക് തന്നിട്ട് അതിൻ്റെ അടിയിൽ ടീച്ചർ എഴുതിയിരുന്നു വെരി ഗുഡ്. എന്നാൽ ഞാൻ കൂട്ടി നോക്കിയതായിട്ടുള്ള അവസരത്തിൽ എനിക്ക് 48 മാർക്കില്ല, 45 മാർക്കേ ഉള്ളൂ. ഞാനത് ടീച്ചറോട് പറഞ്ഞു. ടീച്ചർ അത് നോക്കി 45 എന്ന് വെട്ടി എഴുതി. 48 മാറ്റി 45 എന്ന് എഴുതി മാത്രമല്ല, വെരി ഗുഡ് എന്ന് എഴുതിയത് കൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ ഈ മകൻ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മേ, ഞാൻ എന്നെ ഒരു മോശം കുട്ടിയായതുകൊണ്ടാണ് ഈ ടീച്ചർ അത് വെട്ടിക്കളഞ്ഞത്? ഇവിടെ ഒരു വലിയ ചോദ്യം ചോദിക്കുന്നതിനായിട്ടുണ്ട്. ഒരാളുടെ മൂല്യത്തെ നാം നിർണയിക്കുന്നത് എങ്ങനെയാണ്? കൂടുതൽ സ്ഥലമുള്ളതിലാണോ? കൂടുതൽ വലിയ ഭവനങ്ങളുള്ളതിലാണോ? കാറുകൾ വാങ്ങിക്കുന്നതിലാണോ? വലിയ ഉദ്യോഗസ്ഥ സ്ഥാനങ്ങളിൽ പ്രവേശിക്കുന്നതിലാണോ? മക്കളെല്ലാം വിദേശത്ത് അയക്കുന്നതിലാണോ? എവിടെയാ ആളുകളുടെ ഗ്രേറ്റ്നെസ് കാണാനായിട്ടിടയാവും? സത്യസന്ധമായി ഈ ലോകത്തിൽ ജീവിപ്പാൻ്റെ കാരണം ഒരാളെ പരിശീലിപ്പിക്കുന്നതല്ലേ ഏറെ ആവശ്യമായിരിക്കും. ഹൃദയത്തിന്റെ വിശുദ്ധിയോടുകൂടി ജീവിപ്പാനായിട്ട് ഇടയാവണ്ടേ? അവിടെയല്ലേ ദൈവത്തെ കാണുന്നത്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം 100 വാങ്ങിക്കുന്നതല്ല കുഞ്ഞുങ്ങളായിരിക്കില്ല. ചിലരൊക്കെ 180 മാത്രമേ വാങ്ങിക്കുള്ളൂ. ആ കുഞ്ഞുങ്ങളോട് പറയുവാനായിട്ട് സാധിക്കുമോ? മോനെ, അത് മതി, നിനക്കതേ സാധിക്കത്തുള്ളൂ, മതി. എന്നാൽ നിനക്ക് കഴിയുന്നത് നീ ചെയ്യണം. നിനക്ക് 80 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് നിരാശയൊന്നും ഉണ്ടാകത്തില്ല. നീ പഠിക്കുന്നു, വളരുന്നു, ഓരോ സ്ഥാനത്താകുന്നു, അത് മതി. മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിയുള്ളതായുള്ള നേട്ടമല്ല, പിന്നെയോ ജീവിത മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നതായുള്ള അനുഭവത്തിലാണ് ഓരോരുത്തർ അളക്കുവാനൊക്കെ ഇടയാവേണ്ടത്. 48 മാർക്ക് വാങ്ങിച്ചു എന്നുള്ളതല്ല, 45 മാർക്ക് വാങ്ങിച്ചപ്പോൾ സത്യസന്ധതയോടുകൂടി പറയുവാനായിട്ട്, അത് തിരുത്തി കൊടുക്കുന്നതിനായിട്ട് തനിക്കിടയായിട്ട് തീരുന്നു എന്നുള്ളതിലാണ് മൂല്യം നിർണ്ണയിക്കപ്പെടേണ്ടത്. ഇത് നല്ല മഞ്ഞുള്ളതായിട്ടുള്ള ദിവസം പത്രം വിതരണം ചെയ്യുന്നതിനായി പഴയ കാലത്ത് ഒരു കുട്ടി മഞ്ഞിലൂടെ പേപ്പറുമായിട്ട് യാത്ര ചെയ്യുകയാണ്. മഞ്ഞ് പെയ്തുകൊണ്ടിരുന്നതായുള്ള അവസരത്തിൽ കുഞ്ഞിനെ നടക്കുന്നതിനായിട്ടൊക്കെ പ്രയാസം ഉണ്ടായിരുന്നു. എങ്കിലും തനിക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി വീട്ടിന്റെ വാതിൽക്കൽ ചെന്ന് മുട്ടി. അപ്പോൾ ആളെ കതക് തുറന്നു. പുറത്ത് നല്ല മഞ്ഞ് പെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ഉടനെ അദ്ദേഹം ചോദിച്ചു, കുഞ്ഞെ, നീ ഇന്ന് ഈ പണിയെല്ലാം കൂടെ ചെയ്താൽ നിനക്ക് എന്നാ കിട്ടും? അവൻ പറഞ്ഞു, $5. അപ്പോൾ തൻ്റെ വാലറ്റിൽ നിന്ന്, തൻ്റെ പേഴ്സിൽ നിന്ന് ഒരു $5 എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തതിന് ശേഷം പറഞ്ഞു, നീ വീട്ടിൽ പോയിക്കും, നിനക്ക് ഈ മഞ്ഞൾ കൂടി ഇങ്ങനെ നടന്ന് പേപ്പർ വിൽക്കുന്നതിനായിട്ട് സാധിക്കത്തില്ല. ആ കുഞ്ഞ് പറഞ്ഞു, വേണ്ട, ഞാൻ ചെയ്യുന്നതായുള്ള ജോലിക്കുള്ള വേതനം മാത്രം എനിക്ക് കിട്ടിയാൽ മതി. അതാണ് എന്നെ അമ്മ പഠിപ്പിച്ചിരിക്കുന്നത്. സത്യസന്ധമായിട്ട് ജീവിക്കുക. അങ്ങനെ ജീവിക്കുന്നതിനായിട്ട് പരിശീലിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നു. അവിടെയാണ് മാതൃകയായിട്ട് തീരുന്നു എന്ന് പറയുന്നത്. കള്ളം പറയാൻ പഠിപ്പിക്കുകയല്ല, തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കുവാനായിട്ട് പഠിപ്പിക്കുന്നതിലല്ല, എങ്ങനെയും നീ മുമ്പിൽ വന്നു എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിലല്ല, ദൈവരാജ്യത്തിന് മൂലുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവമക്കളായിട്ട് ഈ ലോകത്തിൽ ജീവിപ്പാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിലാണ് പ്രായമുള്ളതായിട്ടുള്ള തലമുറയ്ക്ക് ഈ ലോകത്തിന് മാതൃകയായിട്ട് തീരുവാനായിട്ട് ഇടയാവുന്നത്.
ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുസ്സിനായിട്ട് സ്തോത്രം. ആയുസ് ലഭിച്ചതുള്ള എല്ലാ നന്മകൾക്കുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ സന്നിധിയിൽ ഞങ്ങൾ എപ്പോഴും കാണപ്പെടുവാൻ കൊണ്ടിടയാകണമേ. നിന്നെ ആരാധിക്കുന്നതല്ല ആരാധനാ സമൂഹത്തിൽ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള താല്പര്യം ഞങ്ങൾക്കുണ്ടാകണമേ. മറ്റുള്ളവരുടെ നന്മയെ കരുതി പ്രവർത്തിപ്പാനായിട്ട് ഇടയാകണമേ. ജീവിത മൂല്യങ്ങളെ, ദൈവരാജ്യത്തിന്റെ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നതല്ല ജീവിതം ഞങ്ങളുടെ ജീവിതത്തോടെ മാതൃകയായിട്ട് കാട്ടിക്കൊടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നത് നമുക്ക് പ്രാർത്ഥിക്കാം.